ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതിൽ 2 റെസിപ്പീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ വീഡിയോസ് കുറേ ആളുകളിലേക്കൊക്കെ എത്തുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഓയിസ്റ്റർ ഉണ്ടായിരുന്നു, നെസ്റ്റോന്ന് മേടിച്ചതായിരുന്നു. പിന്നെ മുരിങ്ങ ഇറച്ചി എന്നൊക്കെ പറയും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. അങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് മുരിങ്ങ ഇറച്ചി എന്നൊക്കെ പറയുന്നുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ മുന്നേ അത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കും. പിന്നെ അപ്പോൾ അതുകൊണ്ടൊരു തവ ഫ്രൈ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വെള്ളം വറ്റിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അത് നല്ലോണം വെള്ളം വറ്റി വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ ആ ഒരു പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പൊടികളൊക്കെ നല്ലോണം വഴന്ന് വന്നാൽ അതിലേക്ക് 2 വലിയുള്ളി ചോപ്പ് ചെയ്തതും 2 തക്കാളി ചോപ്പ് ചെയ്തിട്ട് ചേർത്തിട്ട് അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ കേട്ടോ. അപ്പോൾ ഒരു വലിയുള്ളിയും തക്കാളിയും അതൊക്കെ അതിൽ കടന്നിട്ട് നല്ലോണം വെന്ത് അതിൽ ആ ഒരു റോസ്റ്റ് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ആ ഒരു തവ ഫ്രൈ റെഡി ആയിട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂന്തൾ, കക്ക, ചെമ്മീൻ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇതിലേക്ക് ദോശയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നല്ല മസാല ആയിട്ടുള്ള റോസ്റ്റ് ഐറ്റംസൊക്കെ ദോശ നല്ല ടേസ്റ്റാണ് ചൂട് കൊടുക്കാൻ കഴിക്കാൻ. അപ്പോൾ മീൻകറി ഇതുപോലത്തെ റോസ്റ്റുകൾ അതിൽക്കൊക്കെ ദോശ ഉണ്ടാക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് ഉണ്ട്. കുറച്ച് ദിവസം വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ നെസ്റ്റോന്ന് മേടിച്ചതാണ് കേട്ടോ. ബുഹൂറ് പുറക്കുന്നത് ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്ലീനിങ്ങും കഴിച്ചിട്ട് വരാം.
ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിച്ചണിൽ തന്നെ വന്നതാണ്. ഇനിയിപ്പോൾ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് മത്തനാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മത്തനായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഉപ്പേരിക്ക്. അപ്പോൾ അതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കറി കുമ്പളങ്ങ മോര് കറിയാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ തേങ്ങയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കുള്ള കറിയും ഉപ്പേരി റെഡിയായി. ഇനിയിപ്പോൾ ഇന്ന് ഞണ്ട് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണേ. 3 വലിയുള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. വലിയുള്ളിയൊക്കെ വഴന്ന് വന്നാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം വേണം. വെളുത്തുള്ളിൻ്റെ പകുതി മതി ഇഞ്ചി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല. ഇനിയിപ്പോൾ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് കേട്ടോ ചേർത്തിക്കണത്. നോർമലാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പൊടികളൊക്കെ നല്ലോണം റോസ്റ്റായി വന്നാൽ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടും പിന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയും ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞണ്ടൊക്കെ നല്ലോണം അത്യാവശ്യം വെന്ത് വന്നിങ്ങനെ ഈ ഒരു ടൈമിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 10 കാഷ്യൂ അരച്ചതും കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ആ ഒരു മിക്സിയിൽ തന്നെ ഒന്ന് ചുവറ്റിയിട്ട് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ പച്ചമുളക് ഇപ്പോൾ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഫസ്റ്റ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 1 2 എണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എരിവ് കുറഞ്ഞപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങ ഒരിക്കലും കൂടി പോകരുത്. 2 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ. ഒരു 10 കാഷ്യും അത് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഞണ്ടിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ നല്ലോണം തിക്കായിട്ട് വന്നിക്കണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നല്ല തിക്ക് ഗ്രേവിയിൽ അടിപൊളി ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ അതേ ഒരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പൊറോട്ട ചപ്പാത്തി റൊട്ടി ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാ റെസിപ്പീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.